ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ടായിരുന്നു? ആണല്ലേ? എങ്ങനെയുണ്ടായിരുന്നു പടം? ത്രില്ലറാണോ? ത്രില്ലറായിരുന്നു. ആ, കിടിലം പടം. ചാക്കോച്ചൻ്റെ ഒരു വെറൈറ്റി പെർഫോമൻസ് ആണ്. നമ്മൾ ഇതുവരെ കാണാത്ത ചാക്കോച്ചൻ കിട്ടില്ല വന്നിട്ടുണ്ട്. മേക്കിംഗ് ആണ് ഉണ്ടായിരുന്നു. മേക്കിംഗ് ഒന്നും പറയാനില്ല, കിട്ടില്ല മേക്കിംഗ്. ഫസ്റ്റ് ഡയറക്ഷൻ സൂപ്പർ. പക്ക ഡയറക്ഷൻ കിടിലൻ. ക്ലൈമാക്സ് ക്ലാസ് ആയിരിക്കും. കുഞ്ചാക്കോ തകർത്തിരിക്കും. ചാക്കോച്ചന്റെ ബെസ്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ബെസ്റ്റ് ഫിലിം. ജിത്തു അഷ്റഫ്, മാർട്ടിൻ പ്രക്കാട്ട്, ഷായി എല്ലാം ബ്യൂട്ടിഫുൾ. നല്ല റോ ആണ്. ഭയങ്കര ഒരു എന്താ പറയണ്ടേ, മാർട്ടിൻ പ്രക്കാട്ടിന്റെ ഒരു ഡയറക്ടോറിയൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും. നായട്ടനേക്കാളും ഭയങ്കര റോ ആണ്. സ്ക്രിപ്റ്റ് വൈസ് ഒക്കെ ഒരു മെസ്സേജ് നൽകുന്നുണ്ട് സിനിമ. തീർച്ചയായിട്ടും. ഫസ്റ്റ് ഡയറക്ഷൻ ആണെന്ന് പറയുമോ? ഇല്ല, അത് ഒരിക്കലും പറയാം. ഒരു എക്സ്പീരിയൻസ്ഡ് ഒരാൾ ചെയ്യുന്ന പോലെ ഉണ്ട്. ആ സബ്ജക്റ്റിനെ വളരെ കോർ ചെയ്താണ് ചെയ്തത്. ചാക്കോച്ചന്റെ കരിയർ ബെസ്റ്റ് ആണോ? ചാക്കോച്ചന്റെ കരിയർ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് കൊടുമൽ രാജുവിന് ശേഷം ഒരു നല്ലൊരു റോളായിട്ട് ഫീൽ ചെയ്തു. ഒരു ഫാമിലി ഓറിയന്റഡ് സബ്ജക്റ്റ് ആണ്. തീർച്ചയായിട്ടും എല്ലാവരും കാണാൻ ഇഷ്ടപ്പെട്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു പടം? എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ചാക്കോച്ചൻ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഒരു വ്യത്യസ്ത റോളാണ്. എന്നിട്ട് എനിക്ക് തോന്നുന്നു നായാട്ടിന് ശേഷം പിന്നെ പോലീസ് ഓഫീസർ ഇപ്പോഴായിട്ടായിരുന്നു. പിന്നെ പുതിയ ഡയറക്ടറായിരുന്നു ജിത്തു അഷ്റഫ്. അതെ, പുള്ളി പക്കയായിട്ട് എനിക്ക് എൻ്റെ ഒരു സാറിൻ്റെ ഒരു ചേട്ടനാണ്. പുള്ളിയുടെ 20 വർഷത്തെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു ഈ ഒരു പടം. സക്സസ് ആയെന്ന് തന്നെ വിചാരിക്കാം. പക്ഷെ സ്റ്റോറി ലൈനപ്പോൾ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ആ മ്യൂസിക്, ജെക്സ് ബിജോയുടെ മ്യൂസിക്കും അതിഗംഭീര മ്യൂസിക്കാണ്. അതാണ് പടത്തിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ കുഞ്ചാക്കോ യൂഷ്വൽ പെർഫോമൻസ് ഒന്നും പറയാൻ പറ്റത്തില്ല. അതിഗംഭീരമായ പെർഫോമൻസ് തന്നെയായിരുന്നു കുഞ്ചാക്കോൻ്റെ. പിന്നെ സ്ക്രിപ്റ്റ് ഷാഹി കബീർ. പുള്ളിയുടെ നമുക്കെല്ലാം പരിചയം. ആദ്യത്തെ ജോസഫ് ഉണ്ടായിരുന്നു, പിന്നെ നായാട്ട്, പിന്നെ പുള്ളിയുടെ രവിയുടെ പൂഞ്ചിറ. അതിനുശേഷം ഒരു ഗംഭീര സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചില്ല. സെക്കൻഡ് ഹാഫ് വേറൊരു തരത്തിലാക്കി കളഞ്ഞു. ഫസ്റ്റ് ഹാഫ് വരെ നമുക്ക് ഒരു ആ ഒരു സ്റ്റോറി തന്നെ ആയിരുന്നു നമ്മൾ മുന്നോട്ട് പോയിക്കോളൂ. പക്ഷെ സെക്കൻഡ് ഹാഫ് സ്റ്റോറിയുടെ ആ ഒരു ചേഞ്ച് അങ്ങോട്ട് മാറി. പിന്നീട് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയായിരുന്നു. അത് ഗംഭീരമായിട്ട് ട്വിസ്റ്റ് ചെയ്തത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇതുവരെ പ്രതീക്ഷിക്കാതെ എന്നല്ല, ആ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആദ്യത്തെ ആ ഒരു ഇതില്ലായിരുന്നു. ആ ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു. പക്ഷെ അത് കവച്ചു വെച്ചിട്ടുള്ള ഒരു രീതിയിലായിപ്പോയി. ഒരു രക്ഷയില്ല കേട്ടോ. പക്ഷെ കുഞ്ചാക്കോന് ഇതേപോലത്തെ ഒരു റോള് നേരത്തെ കിട്ടണ്ടേ ആയിരുന്നു. എനിക്കൊന്ന് കേരളത്തിലെ പോലീസുകാര് കുഞ്ചാക്കോനെ പോലെ ആയ കൊള്ളായിരുന്നു കേട്ടോ. പക്ക മാർക്സ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. അത് കുഞ്ചാക്കോവൻ കയറി വരുമ്പോൾ ഒരു ഡയലോഗ് ഉണ്ട് പോലീസുകാരുടെ. ആ ഡയലോഗ് ഞാൻ പറയുന്നില്ല. ഇതായത് ഒരു പെൺകുട്ടികളുള്ള അച്ഛനമ്മമാർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ ചില സീനൊക്കെ കാണുമ്പോൾ ഞാൻ കരഞ്ഞുപോയി. നല്ല ഒരു ത്രില്ലർ. ചാക്കോച്ചന്റെ പെർഫോമൻസ് അടിപൊളി. അതേ പറഞ്ഞ കുഞ്ചാക്കോനൊക്കെ പോലത്തെ ഒരു പോലീസുകാർ വേണ്ടേ. കരിയർ ബെസ്റ്റ് ആണ്. ഒരു രക്ഷയില്ല. ബെസ്റ്റ്. അടിപൊളി. ഡയറക്ഷൻ ഒരു രക്ഷയില്ല. ക്രിസ്പൊക്കെ അടിപൊളി. ഒട്ടും ലാഗ് തന്നെ ഇല്ല. ഇതെല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണുക. എങ്ങനെ ഉണ്ടായിരുന്നു പടം? നൈസ് പടം. ആ ക്രൂവിന്റെ ഒരു ക്വാളിറ്റി പടത്തിലുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാമറയും ആക്ഷനും എല്ലാം നൈസായിരുന്നു. പക്ക പടം. ഫസ്റ്റ് ഡയറക്ഷൻ ആയിട്ട് തോന്നിയ സിനിമ? പുള്ളിയുടെ ഫസ്റ്റ് ഡയറക്ഷൻ ആയിട്ട് അങ്ങനെ തോന്നിയില്ല. പക്ക നമ്മൾ ഫസ്റ്റ് ഹാഫ് കാണുമ്പോഴേ ഫസ്റ്റ് ഹാഫ് പക്കയാണ്. എന്ന് പറഞ്ഞാൽ തുടക്കം തന്നെ നല്ലപോലെ കഥയിലോട്ട് കയറി വരുന്ന സാധനം. ചാക്കോച്ചൻ പക്കയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ടിസ്റ്റ് അങ്ങനെ ആയിട്ടല്ല, ടിസ്റ്റ് അങ്ങനെ ഇല്ല. പക്ഷെ പടം നമ്മൾ ഇരുത്തുന്ന ആ സ്ക്രിപ്റ്റ് ഭയങ്കര നല്ല ത്രില്ലിംഗ് ആണ് സംഭവം. ടിസ്റ്റും അങ്ങനെ വൻ ടിസ്റ്റും കാര്യങ്ങളൊന്നും അല്ല സംഭവം. നമ്മളൊരു ക്ലൈമാക്സ് പ്രതീക്ഷിക്കാത്ത ഒരു സാധനം കിട്ടിയോ? അല്ല, അങ്ങനെയല്ല. ഒരു ആക്ഷൻ ത്രില്ലറാണ് അവസാനം. സെക്കൻഡ് ഹാഫ് ഒക്കെ ആണെങ്കിൽ ഒരു ആക്ഷനാണ് ഭയങ്കരമായിട്ട്. പക്ഷെ ആക്ഷനൊക്കെ പക്കയായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു എൻഗേജ് ചെയ്ത് ഇരുത്തുന്ന സംഭവം. ചാക്കോച്ചന്റെ കരിയർ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റും. ആ ഒരു രീതിയിലൊക്കെ വരും. പെർഫോമൻസ് കിടിലാണ്. പിന്നെ ക്യാമറ മറ്റേ നമ്മുടെ കണ്ണൂർ സ്കൂളിലെ അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. പക്ക വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ നല്ലൊരു ചിത്രം. അതായത് ഇത് ഓഫീസർ ഓൺ ഡ്യൂട്ടി. കറക്റ്റ് ആ സിനിമയ്ക്ക് പറ്റിയ പ്രമേയം തന്നെ. കുഞ്ചാക്കോന്റെ തിരിച്ചുവരവാണെന്ന് പറയാം. 5ാം പാതിരയ്ക്ക് ശേഷം നല്ലൊരു സിനിമ. അതിൽ ജിത്തു അഷ്റഫിന്റെ സംവിധാനത്തിൽ നമ്മുടെ ഷാഹിൻ കബീർ, നമ്മുടെ ആലപ്പുഴക്കാരൻ, എല്ലാവരും ഒന്നിനും നല്ല പെർഫോമൻസ്. സത്യം പറഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ്. ഇതാ ആ സിനിമ തുടങ്ങിയപ്പോൾ ഞാൻ ഫുൾ സ്ലീവ് ആയിരുന്നു. ആ പടം പകുതി എത്തിയപ്പോൾ തന്നെ ഞാൻ ഫുള്ളൊരു പോലീസ് പറഞ്ഞ പോലെ ഇരുന്നു. കാരണം ആ സിനിമയിൽ ഞാനാണ് അഭിനയിച്ചതെന്ന് തോന്നിപ്പോ. അത്രയ്ക്ക് നല്ല ഗംഭീരമായിട്ടുള്ളൊരു ചിത്രം. ത്രില്ലടിപ്പിച്ചു. നല്ല ആക്ഷൻ ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും. എന്തായാലും ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയാശംസയും നേരുക. ഫാമിലിയായിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ പടമാണ്. നല്ലൊരു എന്റർടൈൻമെന്റ് ചിത്രമാണ്. ഒരു മെസ്സേജും കൂടെ ഉണ്ട് അതിനകത്ത്. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് പറ്റുന്ന നല്ലൊരു മെസ്സേജും കൂടെ ഉണ്ട്. പിന്നെ സിനിമയുടെ കഥയൊന്നും പറയുന്നില്ല. അപ്പൊ എന്തായാലും ഈ